അടുത്ത് ചെറിയൊരു കുഞ്ഞു സാധനം കൂടെ, കുറച്ച് ആക്ടേഴ്സിന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോ കാണിക്കും. മെയിൻ റോളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇത് സൈജു ചേട്ടനല്ലോ? നായകനാണെന്നുള്ള ക്ലൂ, സിനിമ ഏതാന്നുള്ള ക്ലൂ. സിനിമ ഏതാന്ന് എങ്ങനെയാ പറയാൻ കുതിരാ? അതല്ലേ ഞാൻ പറഞ്ഞ അച്ഛനെ പോലെ ഉണ്ട്. അപ്പൊ അതും ശരി. ഓക്കെ, ഞാൻ പഴയ കുറച്ച് സിനിമകള് ഫോട്ടോ, ഒരു സീൻ കാണിച്ചു തരും. ജസ്റ്റ് ഫോട്ടോ, ജസ്റ്റ് ഒരു സീനിന്റെ ഫോട്ടോ കാണിച്ചു തരും. ഏതാ സിനിമ ഗസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ. അപ്പുറത്ത് സിനിമയുണ്ട്. വൈശാലി അല്ലേ? വൈശാലി അല്ലേ? യെസ്, വൈശാലി കറക്റ്റ് ആൻസർ അല്ലേ? എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? ചേച്ചിന് വിഷമം ഉണ്ടാവില്ലേ? ഓക്കെ, കാണുന്നില്ല. ചിന്താവിഷ്ട ശ്യാമള, അതിൽ മറ്റേ ക്യാമറയും വെള്ളത്തിലിറങ്ങണം കാണിക്കുന്നു. ക്യാമറ കാണിക്കുന്നു. ചിന്താവിഷ്ട ശ്യാമളയിൽ ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. സാർ മറ്റേ ആ സോപ്പിന്റെ പേരെന്തായിരുന്നു? സിനിമ എങ്ങനെന്തോ വധയല്ലേ? എങ്ങനെന്തൊരു വധയാണ്? എന്തൊരു വധ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു വധയാണ്. എന്തൊരു വധ ഷോപ്പ്? പരിമളം സോപ്പ് എനിക്കറിയായിരുന്നു. പരിമളം, പരിമളത്തില് ശരി. ഓക്കെ, അടുത്തത് ചോദിക്കട്ടെ. ഇത് മറ്റേ കഥകളല്ല. അയ്യോ അതല്ല, ഇത് മറ്റേ പാട്ട്. പടത്തിന്റെ പേര് എനിക്കറിയത്തില്ല. സോറി. പടങ്ങൾ കാണുന്നുള്ളൂ. പടത്തിന്റെ പേര് അറിയണത്, സീൻ എനിക്കറിയാം. മറ്റേ ഇത് മറ്റേ ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടും ജയ സാറിന്റെ ഒരു പാട്ടൊക്കെ ഉള്ള പരിപാടിയാണ്. കണ്ടിട്ടുള്ള പടം പേര് കണ്ടിട്ടുണ്ട്. നായകനാരാ പറഞ്ഞത്? അതാണ് കണ്ടിട്ടുണ്ട്. അല്ല, തെറ്റാണ്. ഇപ്പൊ കണ്ട എനിക്ക് സന്തോഷമുണ്ട്. അതാണല്ലോ എക്സ്പ്രഷൻ. അത് ക്ലൂ 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 തെറ്റിക്കാൻ പാടില്ല. നായകനാണെന്നുള്ള ക്ലൂ, സിനിമ ഏതാന്നുള്ള ക്ലൂ. സിനിമ ഏതാന്ന് എങ്ങനെയാ പറയാൻ ക്ലൂ തരാ? എന്തിപ്പോ ക്ലൂ തരാ? നായികനെ പറഞ്ഞാരാ ഞാൻ? ഉർവശി ചേച്ചിയുടെ അതാണ്. അങ്ങനത്തെ കിടങ്ങൊരു വിളിച്ചാലേ തരാൻ പറ്റുള്ളൂ. ഉർവശി ചേച്ചിന്റെ ഭയങ്കര കുട്ടിത്തം നിറഞ്ഞൊരു മറ്റേ പരിപാടി. ഒരു നാട്ടും പുറത്ത് ഇപ്പോഴുള്ള ആക്ടറാണോ? നടനോ? ഞാൻ പറയില്ല. സിനിമയാണ് പറയണത്, നമ്മൾ നടനെ ചെയ്യുന്നതല്ല. വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. എനിക്കറിയാണ്ടോ സിനിമ? ഉത്സവമേളം. കാണണം. അടുത്ത എങ്ങനെ? അപ്പൊ ഒരു മാർക്ക് എനിക്ക് അതുണ്ട്. ഇത് മറ്റേ ഫോട്ടോ 4-1. ഞാൻ വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിലും. അടിയിൽ പേരുണ്ടോ? അപ്പൊ ഇല്ല. അടുത്ത് ചെറിയൊരു കുഞ്ഞു സാധനം കൂടെ, കുറച്ച് ആക്ടേഴ്സിന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോ കാണിക്കും. ആരാന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് സിമ്പിൾ ആയിരിക്കും. അത്ര ടഫ് ഉള്ളതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഇതാണ് പ്രേം നസീർ. ഇതാണ് ശങ്കറിന്റെ മലയാളം മാത്രമേ ഉള്ളൂ, ഹിന്ദി ആണെങ്കിൽ ചെയ്യില്ല. മലയാളം മാത്രമേ ചെയ്യുള്ളൂ. ഇത് മലയാളം സിനിമകൾ മാത്രം ചെയ്തത്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എല്ലാ സിനിമകളും ഹിന്ദി തമിഴ് വേണ്ട, മലയാളം ഇപ്പോഴും ഇവളുടെ നല്ല ഫേസ് കട്ട് ഉണ്ടല്ലോ. എനിക്ക് എവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ.
ആളെ കൂടെ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പക്ഷേ അല്ല അതുകൊണ്ടാണ് ഞാൻ പറയാം. ഒരു ക്ലൂ തരോ? ഇത് പ്രത്യേകിച്ച് എടുത്തിടണം കേട്ടോ നമുക്ക്. ക്ലൂ പറയോ? ഒരു ചാൻസ് കളയാൻ. ബാല്യകാലം ഓരോരുത്തരും മാറിപ്പോ എന്റെ കുട്ടിക്കാലത്തെ പോലെ പക്ഷെ ഇത് മാറിയിട്ടില്ല, അത്രയ്ക്കൊന്നും മാറിയിട്ടില്ല എന്നാണ് എന്റെ ഒരു ഊഹം. ക്ലൂ തരോ? ഇപ്പൊ ഭയങ്കര സജീവമായിട്ടുള്ള ഒരാളാണ്. നായകനാണോ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നായകനാണ്, മെയിൻ റോളൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെയാണ് വരില്ലടാ. അല്ല വരില്ല, ടച്ച് ഇത് സൈജു ചേട്ടൻ വല്ലോ? സജു തരില്ലേ? നിമിഷ സജയൻ. സൈജു കുറുപ്പ് ഇനി നോക്കി നോക്കി ഒന്ന് ഫേസ് കട്ട് തോന്നുന്നു. ബോയ്സ് കട്ടും കൂടിയൊക്കെ വെച്ചോ. ഇനി ക്ലൂവും കൂടെ കൂടെ തന്നെ തരാം. മലയാളി അല്ല. മലയാളം ഇല്ലാതെ പറ്റില്ല. മലയാള സിനിമകൾ മാത്രമാണോ കാണുന്നത്? ഒക്കെ ആക്ടേഴ്സ് ആണ്. ഒരു ഇപ്പൊ ഈ ഫേസ് കട്ടല്ല, നായികയായിരിക്കും അല്ലേ? പെണ്ണല്ലേ? പെൺകുട്ടിയല്ലേ? ഇതും തിരുത്തി പറയണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. പെങ്കൊച്ചല്ലോ. ഒരാളുടെ ഫോട്ടോ ക്ലൂ തരാമോ? ഇത് എന്തും മനസ്സിലാവില്ല. ഇങ്ങനൊന്നും ആയിരിക്കില്ല. ഒരാൾ ആളുടെ അച്ഛന്റെ ഫേസ് കട്ട് ഉണ്ട്. ആളുടെ അച്ഛന് അല്ല, ഫേമസ് ആണ് ആള്. സിനിമയിലുള്ള ആളാണ്, പിന്നണിയിലുള്ള ആളാണ്. പിന്നണി നടന നായിക. ഇപ്പൊ വലിയ നടനാണ് വിജയ്. അച്ഛനും സിനിമയിലുള്ള സൂര്യയുടെ അച്ഛനും സിനിമയിലുള്ള അത് വെച്ച് ആലോചിക്കാല്ലേ? മുഖം കണ്ടിട്ടൊന്നും തോന്നില്ല. ഇല്ല, ഇത് സിംബു ആണ്. ആ സിംബു എനിക്കറിയാം. ഞാൻ കറക്റ്റ് ആദ്യം സിംബുവിന്റെ അച്ഛൻ എന്നാ പറഞ്ഞത്. കറക്റ്റ് സിംബുവിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇങ്ങനെയാണ്, താടി പഠിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞ അച്ഛനെ പോലെ ഉണ്ട് സിംബുവിന്റെ അച്ഛൻ കറക്റ്റാ. എനിക്ക് സാറിന്റെ മുഖം ഓർമ്മ വന്നു. അപ്പൊ അതും ഇതെനിക്കറിയാം. ഞാനൊരു ഇതേപോലത്തെ ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഹിന്ദി നടനല്ല. അല്ല ഇതെനിക്കറിയാം, ഹിന്ദി നടന അല്ല അല്ല ഇത് ഷാറുഖ് ഖാൻ അല്ല. ഒരു ദിവസം കൂടെ തരാം, ഇത്ര വേഗം പറഞ്ഞുകൊണ്ട്. അജിത് കുമാർ. യെസ്, കൊടുക്കണ്ടായിരുന്നു. ഒരാളെ രണ്ട് പേര്. ഇതോ തെറ്റാണ്. അല്ല ഇത് മറ്റേ ബൈജു ചേട്ടൻ, ബൈജു സന്തോഷ് അല്ല? വൈചേട്ടനല്ലേ? 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 അപ്പുറത്തത് വൈചേട്ടനല്ലേ? ഇറങ്ങി വരും ഫാൻസ്. ബ്രദേഴ്സാണോ? യാ. ആ പൃഥ്വിരാജ് കുമാർ, ഇന്ദ്രജിത് കുമാർ. ഇതില് അങ്ങനെ പൂ തന്നു കഴിഞ്ഞാ ആൺകുട്ടികളല്ലേ? ആൺകുട്ടികളാണ് രണ്ടുപേരും. ഇപ്പത്തെ നല്ല അടിപൊളി രണ്ട് ആക്ടേഴ്സ് ആണ്. അപ്പൊ പിന്നെ പൃഥ്വിരാജ് അല്ല, നീ ഒന്ന് ശരിക്കോട്ടെ. എന്റെ പേരൊന്നും എഴുതി വെച്ചിട്ട് നോക്കാൻ. ചായ നോക്കാം. പറഞ്ഞാ മതി ഇങ്ങനെയൊക്കെ നോക്കിട്ട്. ഒരു ക്ലൂ തരാമോ? ഇതല്ലേ ക്ലൂ തന്നെ. ഇപ്പോഴത്തെ രണ്ട് അടിപൊളി ആക്ടേഴ്സ് ആണ്. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരുപാട് പേരുടെ റോൾ മോഡലാണ് രണ്ടുപേരും. ഒരാള് ഭയങ്കരമായിട്ടായിരിക്കും. ഇനി എനിക്ക് വല്ലൊരു ചീത്ത വരുമ്പോ അടുത്ത ആളുടെ ഫാൻസ് വന്നിട്ട്. മലയാളമാണോ? അതല്ലേ ഞാൻ അതെനിക്ക് അത് അറിയാം. നെക്സ്റ്റ് ഈസി ആയിട്ടുള്ള ഒരാള്. ഇത് പറഞ്ഞില്ലെങ്കിൽ പറയാനുണ്ട്. നമ്മൾ സൗത്തിൽ നിന്ന് പോയിരിക്കുന്നു. ഇത് വല്ല കപൂർ ഫാമിലിയിലെ വല്ല കുട്ടിയായിരിക്കും. സൈഫ് അലി ഖാനും സൈഫ് അലി ഖാന്റെ ഭാര്യയല്ലേ കപൂർ. ഇതൊരു ക്ലൂ തരാം. ഇത് എന്റെ ബാല്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നു. ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു. അല്ല കപൂർ ഖാൻ ഖാനാണോ? അമീർ ഖാൻ, സൽമാൻ ഖാൻ. എന്താണ് എക്സാമ്പിൾ? രൺബീർ കപൂർ. സുഖാട്ടോ കണ്ടുപിടിക്കാൻ. ഇതിപ്പോ അത്ര മോശമായി ഇല്ലാത്ത ഒരാളാണ്. മോശം ഒരാളും പറയല്ല, മുഖച്ചായ ഇല്ലാത്ത ആളാണ് കപൂർ. കപൂർ മൊത്തം പറഞ്ഞോളൂ, ഞാൻ കേട്ടിരിക്കും. എ ലിസ്റ്റ് ആക്ടറാണ്. ആ
സിദ്ധാർത്ഥ് കപൂർ. ഇനി ഏതൊക്കെ പേരുള്ള സിദ്ധാർത്ഥ് കപൂർ സിദ്ധാർത്ഥ് കപൂർ അല്ലല്ലോ മല്ലപത്രയാണ് സോറി അയാളുടെ ഭാര്യ സിദ്ധാർത്ഥ് കപൂർ ഇല്ലല്ലേ ഇല്ല. കപൂർ മൂന്നാമത്തെ ആരാളുള്ള ബ്യൂട്ടിഫുൾ പണ്ടും ഉണ്ട്. പണ്ട് പറഞ്ഞൊരു ഋഷി കപൂർ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് നമ്മൾക്ക് വയസ്സായ പോലെ ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴും മറ്റേ ഇത് നമ്മുടെ ഈ ഇവിടെ സോണാക്ഷി മറ്റേ അച്ഛനാവാനുള്ള പ്രായമില്ല കേട്ടോ. അച്ഛനല്ല അച്ഛനാവാനുള്ള പ്രായമുണ്ട്, പക്ഷെ അത്രയും വലിയക്കാർ അച്ഛനാവാനുള്ള പ്രായമില്ല. കപൂറല്ലേ ഉറപ്പല്ല യെസ് കപൂർ അച്ഛനല്ലാത്ത നിങ്ങളുടെ ബാല്യകാലത്തിൽ അച്ഛൻ ഏതാണ്? ബാല്യകാലത്തിൽ അച്ഛനായിട്ട് നായകനായിട്ടാണ് നമ്മുടെയൊക്കെ. നിങ്ങളുടെയൊക്കെ ഇതൊക്കെ ചെറുപ്പം നക്ഷത്രം പ്രായമൊന്നുമില്ല അതുകൊണ്ട് എനിക്കറിയില്ല. ആയിക്കടേ നിങ്ങൾക്കൊക്കെ നല്ല ഒരു പ്രായമായിരിക്കും. ഞാൻ വേണ്ട കിട്ടില്ലല്ലോ. ചേടാ എന്ത് ഇഷ്ടം രാജ്ബി കപൂർ മോഹൻലാൽ കപൂർ രാജ് കപൂറിന്റെ ഇടയിൽ ഒരു പി വീണു. ക്രിക്കറ്റർ ഒന്നുമല്ല, ആക്ടറാ. ഇത് ഷാറൂഖ് ഖാൻ ഒന്നുമല്ലേ? ഷാറൂഖ് ഖാൻ കപൂർ ഷാറൂഖ് കപൂർ ആയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഷാറൂഖ് ഖാൻ ഒന്നല്ലല്ലോ. നിങ്ങൾ കുസൃതി ആയതുകൊണ്ട് കുസൃതി കളിച്ചാണെന്ന് എനിക്കറിയില്ലോ. കപൂർ ഷാഹിദ് കപൂർ മകനും അനിയനും ഉണ്ട്. ഇഷാൻ ഖത്തർ ഷാഹിദ് കപൂർ അല്ലേ? കപൂർ വേറെ കപൂർ ഒന്നുമില്ലല്ലോ. എത്ര ഉണ്ടാവില്ലേ? കപൂർ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഷാഹിദ് കപൂർ, അർജുൻ കപൂർ. നീ വേറെ കപൂറുള്ള കപൂറൊക്കെ എനിക്ക് പറയണമെന്നുണ്ടൊക്കെ പെണ്ണായത് വിട്ടത്. പെൺകുട്ടിയല്ലാണോ? ആൺകുട്ടി കപൂറോ? ഏത് കപൂറാണ്? കഷ്ടപ്പെടണ്ട, ഷാഹിദ് കപൂർ. എനിക്കറിയാം. ഷാഹിദ് കപൂർ അയാളുടെ ബ്രദറിന്റെ പേര് വെറുതെ പറഞ്ഞു. കണ്ട് മനസ്സിലാക്കി പറഞ്ഞല്ലോ. ഷാഹിദ് അൻവീർ സിംഗ് എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ ഷാഹിദ് കപൂർ അവനൊരു അഭിമാനം. ആർക്ക്? ഇഷാൻ ഖത്തർ, ആൾക്കൊരു അഭിമാനം ആയിക്കോട്ടെ. പറഞ്ഞെടുക്കാലോ. അവിടെ പറയുന്നുണ്ടാവും. വരട്ടെ, അങ്ങനൊക്കെ ആവട്ടെ. കഴിഞ്ഞു എന്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നു പോയി. എംപിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഡ്രിങ്ക്. യെസ്. അങ്ങനെ വെറുതെ ക്വസ്റ്റ്യൻ ചോദിച്ചു വിടുന്നില്ല. പണിയെടുത്തതിന് അധ്വാനിച്ചതിന് പ്രതിഫലമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ് എന്താ സംഭവം എനിക്കറിയില്ല. പക്ഷെ എന്തോ ഗ്രേപ്സിന്റെ എന്തോ സാധനം വൈനാണ്. ഫുലൈൽ എന്ന് പറയുന്ന ആളുടെ ഒരു ബ്രാൻഡാണ്. മലയാളിയാണോ ഫുലൈൽ? മലപ്പുറത്താണോ? മലപ്പുറത്ത് കൊണ്ടോട്ടി. അതാണ് നാട്ടുകാരോടുള്ളൊരു സ്നേഹം. ഞങ്ങൾ അങ്ങനെയാണ്. ചേട്ടന് എന്റെ നന്ദി. അത് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിച്ചു. യെസ്, ഗ്രേപ്പിന്റെ ആണ്. എന്താ വൈനാണോ? ഇല്ല, അത് പൾപ്പൊക്കെ ഇട്ടിട്ട് നമ്മള് എനിക്കത് ഇഷ്ടം. അങ്ങനെ സംഭവം നിക്കും, ചീത്തയായി പോകില്ല. ഇല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിലേക്കാണോ? പൊളിച്ചതിനാ ഫ്രിഡ്ജിലേക്കാണോ? ഹെൽത്തി സാധനം അല്ലേ? That's nice. അപ്പൊ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അതിനാണോ താങ്ക് യു പറഞ്ഞേ? പുള്ളിക്ക് ഞാൻ എത്തിച്ചോളാം. അപ്പോ ഇത്രയും നേരം ഈ ചെറിയ ക്വസ്റ്റ്യൻസ് കേട്ടിരുന്നതിന് സഹകരിച്ചതിന് ഒരുപാട് സന്തോഷം. നല്ല നല്ല സിനിമകളുടെ ഭാഗമായി വീണ്ടും നല്ല നല്ല ഇന്റർവ്യൂകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.